മഹാനായ ശൈഖുന ബഹറുൽ ഉലൂം ഉസ്താദുൽ അസാതീദ് അവിടുന്ന് ആറ്റുനോറ്റ് വളർത്തിയ സ്ഥാപനമാണ് ഇഹ്യാഉസ് സുന്ന ഒതുക്കുങ്ങലുള്ളത്. ഇന്ന് റഈസുൽ ഉലമ, ഇന്നും അന്നും ഒക്കെ റഈസുൽ ഉലമയാണ് അതിൻ്റെ തലപ്പത്ത് ബഹുവന്യരായ ഉസ്താദ് ഏൽപ്പിച്ചത്. സുബ്ഹാനല്ലാഹ്, ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണമായിട്ട് ആ ഒതുക്കുങ്ങൽ ഇഹ്യാഉസ് സുന്ന അടച്ചുപൂട്ടേണ്ട ഒരവസ്ഥ വന്നു. ചില രാഷ്ട്രീയക്കാരതിനെ പൂട്ടിച്ചൊരു ഘട്ടുണ്ടായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാൻ ആ കാര്യം നീ ഇപ്പൊ പറയുന്നില്ല. ഇപ്പൊ പറയുമ്പോ എലക്ഷൻ മുന്നിൽ വെച്ച് പറയാണോ എന്ന് ചിലക്ക് തോന്നിപ്പോകും. ഞാൻ അതല്ല പറയുന്നത്. എൻ്റെ വിഷയം എലക്ഷനും ഒന്നുമല്ല. നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും ആരെ കൂടെ നിന്നാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ പറയുന്നത് മഹാന്മാരെ പിടിച്ചാൽ അവരുടെ ഒരു സഹായം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അന്ന് ഒതുക്കുങ്ങൽ ഇഹ്യാഉസ് സുന്ന അത് പൂട്ടേണ്ട സാഹചര്യം വന്നു. അവിടെയുള്ള മുതഅല്ലിമീങ്ങളെ മുഴുവനും ഉസ്താദുൽ അസാതീദ് ഓക്കെ ഉസ്താദിന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ദർസ് നടത്തുകയാണ്. വല്ലാത്ത പ്രയാസകരമായ അവസ്ഥ. കോളേജ് പൂട്ടി വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ആ രാഷ്ട്രീയക്കാരായ ആളുകള് ഉസ്താദുൽ അസാതീദിന്റെ വീട്ടിന്റെ മുന്നിൽ വന്നിട്ട് വലിയ മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ച് വലിയ തെറിയഭിഷേകങ്ങളൊക്കെ നടത്തി. ഇതിങ്ങനെ കേട്ടപ്പോൾ മഹാനായ ഓക്കെ ഉസ്താദ് ചോദിക്കാണോലോ, ഒരു മുഅ്മിനായ മനുഷ്യൻ ഇങ്ങനൊക്കെ പറയാനാവോ? കാരണം അവരൊന്നും അങ്ങനെ ഒരു വാക്ക് ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഒരു മുഅ്മിനിന്റെ നാവെന്ന് ഇങ്ങനൊക്കെ പറയാൻ കഴിയോ? മഹാനായ ഓക്കെ ഉസ്താദ് ചോദിച്ചു പോകാൻ. എൻ്റെ വിഷയം അതല്ല. അന്ന് ആ കോളേജ് തുറക്കാൻ വേണ്ടിയിട്ട് മഹാനായ ശൈഖുനാക്ക് വല്ലാതെ സഹായം ചെയ്തു കൊടുത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാളും ഒരു രാഷ്ട്രീയക്കാരനാണ്. കാര്യമായിട്ട് മതപരമായ കാര്യങ്ങളിൽ വലിയ താല്പര്യങ്ങളൊന്നും അക്കാലത്ത് കാണിക്കാത്ത ഒരു മനുഷ്യൻ. പക്ഷേ ഉസ്താദുൽ അസാതീദ് ഓക്കെ ഉസ്താദിനോട് വലിയ ബഹുമാനാണ്, ആദരവാണ്. ഇഹ്യാഉസ് സുന്നയോട് വലിയ സ്നേഹാണ്. അതുകൊണ്ട് ഈ കോളേജ് തുറപ്പിക്കണം, അതിൻ്റെ വേണ്ടി വല്ലാതെ അധ്വാനിച്ചു നടന്നു. ആ മനുഷ്യൻ വഫാത്താകുന്ന മരണപ്പെടുന്ന സമയത്ത് എനിക്കോർമ്മയുണ്ട്, മഹാനായ റഈസുൽ ഉലമയുടെ മകൻ കൂടെയായ ഞങ്ങളുടെ ബഹുവന്യരായ ഉസ്താദ് അബ്ദുൽ അഹ്സനി ഉസ്താദ് നമ്മുടെ കേന്ദ്ര മുശാവറയുടെ സ്ഥിരക്ഷണിതാവ് കൂടെയാണ്. ആ ഉസ്താദ് പറഞ്ഞു തന്നത് ഓർമ്മയുണ്ട്. മരണസമയത്ത് ഇങ്ങനെ കിടക്കുമ്പോ ആ മനുഷ്യൻ ഇങ്ങനെ പറയാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതിങ്ങനെ പറഞ്ഞപ്പോ അടുത്ത് നിൽക്കുന്ന ആരോ പറഞ്ഞോലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം ചൊല്ലിയാ മതിയല്ലോ, മുഹമ്മദുർ റസൂലുള്ളാഹ് ഇപ്പൊ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞു പോലും, ഞാനിത് ഫുള്ളായിട്ടൊന്നങ്ങോട്ട് പറഞ്ഞ് മരിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പൂർണ്ണമായ ഷഹാദത്ത് ചൊല്ലിയ മനുഷ്യൻ ലോകത്തോട് വിട പറയുന്ന രംഗം അന്നുള്ള ആളുകൾ കണ്ടു എന്ന് പറയുന്നു. നിങ്ങൾ ആലോചിച്ച്, മഹാന്മാരെ കൂടെ കൂടിയാൽ നമ്മളെ ഖൽബ് നന്നായി കിട്ടും. നമ്മളെ ഖൽബ് നന്നായി കിട്ടും. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. മഹാന്മാരായ ആളുകൾ, ആ ആളുകളെ കൂടെ കൂടിയാൽ നമ്മൾ നന്നാവും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ 5 മൃഗങ്ങളുടെയും ഏറ്റവും വലിയ വിശേഷണം, ആ 5 മൃഗങ്ങളും മഹാന്മാരുടെ കൂടെ കൂടിയവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ വലിയ ഇടം നൽകുന്നു. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. നമ്മുടെ ഇന്നത്തെ ഈ മജ്ലിസ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മളുടെ ഇവിടുത്തെ മജ്ലിസിന്റെ പ്രഥമ ദിവസമായ ഇന്ന് നമുക്ക് വേണ്ടുന്ന ആത്മീയ ഉപദേശങ്ങളും അതുപോലെ നസീഹത്തുകളും അതുപോലെ സമാപന ദുആവും ഒക്കെ നടത്തിത്തരാൻ വേണ്ടി ബഹുവന്യരായ സയ്യിദ് അവറുകൾ നമ്മുടെ മജ്ലിസിലേക്ക് എത്തുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു സയ്യിദ് അവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘ ആയുസ് നൽകട്ടെ.
ഇൻഷാ അല്ലാ പരിസരത്തൊക്കെ നിൽക്കുന്ന ആളുകളെ നമ്മുടെ മജ്ലിസിലേക്ക് ഇങ്ങോട്ട് കടന്നിരിക്കും. അള്ളാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കി തരട്ടെ. പറഞ്ഞു വന്നത്, മഹാന്മാരായ ആളുകളെ കൂടെ കൂടിയാൽ നമ്മളുടെ ആഖിറം രക്ഷപ്പെട്ടു കിട്ടും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് 5 മൃഗങ്ങൾക്ക് അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ സ്ഥാനം നൽകി എന്നുള്ളത്. മഹാനായ സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകം നമ്മൾ പറഞ്ഞു. അതുപോലെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് പകരം മറുക്കപ്പെട്ട ആടിനെ നമ്മൾ പറഞ്ഞു. അതുപോലെ മഹാനായ ഉസൈർ എന്നവരുടെ കഴുതയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അസ്ഹാബുൽ കഹ്ഫിലെ നായ സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞു. അതുപോലെ ബുറാഖു റസൂലില്ലാഹ്, ലോകത്തിലെ നേതാവിനെ യാത്ര ചെയ്യാൻ, അതും ആ മുത്തുനബിയുടെ ജീവിതത്തിൽ ഏറ്റവും പവിത്രമായ ഏറ്റവും വലിയ പവറുള്ള യാത്ര നടത്താൻ അല്ലാഹു തആല നൽകിയ വാഹനമാകുന്ന ബുറാഖ്, അതും സ്വർഗ്ഗത്തിലാണ്. എന്തേ കാരണമെന്നറിയുമോ? വകൂനൂ മഅസ്സാദിഖീൻ. ഖുർആൻ ഈമാനുള്ള ആളുകളോട് പറഞ്ഞതാണ്, കൂനൂ മഅസ്സാദിഖീൻ. നിങ്ങളെ സ്വാദിഖീങ്ങളാകുന്ന മഹാന്മാരുടെ കൂടെ കൂടിക്കോളൂ, എന്നാൽ ഇരുലോകത്തും വിജയമാ. ആ മഹാന്മാരുടെ സ്വഭാവമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ ലാ തബ്ദീല ലികലിമാത്തില്ലാഹ് ദാലിക ഹുവൽ ഫൗസുൽ അളീം. ആ മഹാന്മാരുടെ വിശേഷണമാണ് അവരെ ഈമാനുള്ളവരാണ്, അതുപോലെ അവര് മുത്തഖീങ്ങളുമാണ്. അറിയുമോ, മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു അവിടുന്ന് തഖ്വയോടെ ജീവിക്കുന്ന ആളുകൾക്ക് ചില അടയാളങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇന്നലി അഹ്ലി തഖ്വ അലമാത്തുൽ യുറഫൂന ബിഹാ. തഖ്വയുള്ള ആളുകൾക്ക് ചില അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങൾ നോക്കിയിട്ട് ഒരാള് തഖ്വയുള്ളവനാണോ തഖ്വയില്ലാത്തവനാണോ മനസ്സിലാക്കാൻ കഴിയുമെന്ന് മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. നല്ല തിളങ്ങുന്ന കുപ്പായമിട്ടാ തഖ്വയുള്ള അടയാളമാകൂല. സുബ്ഹാനല്ലാഹ്, ആലിമീങ്ങളുടെ കോലം കെട്ടി നടന്നാൽ തഖ്വയുണ്ടാവൂല. അതുപോലെ ഒരു മൈക്കിന്റെ മുന്നിൽ ഇങ്ങനെ നിന്ന് നീട്ടി വയല് പറയുന്നു എന്നതുകൊണ്ട് ആള് മുത്തഖിയാണെന്ന് പറയാനാവൂല. അല്ലാഹുവേ, വയല് പറയുമ്പോൾ തന്നെ വല്ലാത്ത ബേജാറാണ്. നാളെ ആഖിറത്തിൽ കൊണ്ടുവരുന്ന വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നതില് ഒന്നാമതായി കൊണ്ടുവരുന്നത് ആലിമിനെയാണ്. ആ ആലിമിനെ അല്ലാഹു വിചാരണ ചെയ്യുന്നു. നിന്റെ ഇൽമ കൊണ്ട് നീ എന്തടാ ചെയ്തത്? ഞാൻ ഇസ്ലാമികമായ പ്രബോധനം നടത്തിയിട്ടുണ്ട്, നിന്റെ ഇൽമ കുറെ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് അല്ലാഹു തആലയുടെ ഒരു മറുപടി ഉണ്ട്. എടാ, നീ പച്ചക്കള്ളം പറഞ്ഞ കള്ളനാ. നീ എന്തിനാ ഇൽമ പറഞ്ഞത്? നീ എന്തിനാ വഅദ് പറഞ്ഞത്? നീ ആലിമാണെന്ന് ആളുകളെ പറയാനാണല്ലോ, വഅദനാണെന്ന് ആളുകളെ പറയാനാണല്ലോ, വലിയൊരു മുദരിസാണെന്ന് ആളുകളെ പറയാനാണല്ലോ. മലക്കുകളെ, ഈ
കള്ളനെ പിടിച്ച നരകത്തിലിടൂ. അല്ലാഹുവേ, ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ഞങ്ങൾ ഇഖ്ലാസ് കുറഞ്ഞവരാൻ, തഖ്വ കുറഞ്ഞവരാൻ, നന്മ കുറഞ്ഞവരാൻ, ഉപദേശിക്കാൻ ഒരർഹതയുമുള്ള ആളുകളല്ല. എന്നാലും ഉപദേശിച്ച് വഅദ് പറഞ്ഞ് ഇൽമ പറഞ്ഞ് സ്വയമൊന്ന് നന്നായി കിട്ടുമെന്ന പ്രതീക്ഷയാ. അല്ലാഹുവേ, ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങളെയൊക്കെ നന്നാക്കണേ അല്ലാ. കോലം കെട്ടിയതുകൊണ്ട് തഖ്വയുള്ളവനാണെന്ന് പറയാൻ കഴിയൂല. നല്ല ഇടപെടൽ നടത്തുന്നത് കൊണ്ട് തഖ്വയുള്ളവനാണെന്ന് പറയാൻ കഴിയൂല. മറിച്ചോ, ഇന്നലി അഹ്ലി തഖ്വ അലമാതുൽ യുറഫൂന ബിഹാ. തഖ്വയുള്ള ആളുകളെ മനസ്സിലാക്കപ്പെടാൻ ചില സ്വഭാവ ഗുണങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നോക്കണം. മഹാനായ ഹസനുൽ ബസ്വരി അവിടുന്ന് പഠിപ്പിച്ചു തരാൻ. എല്ലാം കൂടെ പറയാനില്ല നേരം നമ്മുടെ മുന്നിലില്ല. സയ്യിദ് അവറുകൾ ഭക്ഷണം കഴിച്ച് വരുന്നത് വരെയുള്ള ചെറിയൊരു സമയം കൂടിയേ നമ്മളുടെ മുന്നിലുള്ളൂ. അല്ലാ, ഞങ്ങൾ ഈ പറയുന്നത് എത്ര കുറഞ്ഞതാണെങ്കിലും ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് 10 മടങ്ങ് സവാബുൽ അമലായി ഖബൂലാക്കി ഇതുകൊണ്ട് ഞങ്ങളെ നീ വിജയിപ്പിച്ചു തരണേ അല്ലാ.